കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച DCC മുൻ വൈസ് പ്രസിഡന്റാണ് സജി ജോസഫ്. ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. കോൺഗ്രസ് നേതൃത്വം ഒരു വശത്തുണ്ട്, മറുവശത്ത് LDFന്റെ ക്യാമ്പുണ്ട്. അങ്ങനെ ഈ രണ്ട് ക്യാമ്പിനെ മറികടന്നുകൊണ്ടുള്ള പ്രചരണം ഏത് രീതിയിൽ പോകുന്നു? കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കുട്ടനാട് സീറ്റ് പേയ്മെന്റ് സീറ്റ് ആക്കിയതിനുമെതിരെയായിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ മത്സരരംഗത്തിറങ്ങിയത്. കുട്ടനാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടതുപക്ഷ MLA അദ്ദേഹം യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. കുട്ടനാട്ടിലെ ജനങ്ങളെ അല്ലെങ്കിൽ കുട്ടനാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു പ്രവർത്തനങ്ങളും നടത്താതെ ഇടതുപക്ഷ MLA മുന്നോട്ട് പോകുന്നു. അതൊരു 20 വർഷക്കാലമായി പേയ്മെന്റ് സംവിധാനത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിനെതിരെ ശക്തമായ വികാരമൊക്കെ ഉള്ളപ്പോൾ വീണ്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പേയ്മെന്റ് സീറ്റുമായി വരുന്നതിനെതിരെയാണ് കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ഇടതുപക്ഷവും UDFും വലിയ രീതിയിലുള്ള പണക്കൊഴുപ്പിലുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം നോമിനേഷൻ കൊടുത്തു. വലിയ രീതിയിലുള്ള കുട്ടനാട്ടിലെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുറമേയുള്ള പ്രചരണങ്ങളല്ല. കാരണം കുട്ടനാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് കഴിയുന്നത്. അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുവാൻ കുട്ടനാട്ടുകാരനായിട്ടുള്ള കുട്ടനാട്ടിൽ അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിക്ക് കഴിയുകയുള്ളൂ എന്ന് കുട്ടനാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക. ഇപ്പൊ എത്ര വലിയ പ്രചരണങ്ങൾ നടന്നാലും കുട്ടനാട്ടുകാർ ഇത്തവണ ഇവിടെ അത്ഭുതം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ പണം തന്ന് ആ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രലോഭനങ്ങൾ നടക്കുന്നു, വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നടക്കുന്നു. ഒരു പക്ഷത്ത് പറയുന്നു ഇടതുപക്ഷ കാൻഡിഡേറ്റിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഞാനിവിടെ മത്സരരംഗത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നതിനോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയിൽ നിന്ന് വലിയ തുക മേടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു, അല്ലെങ്കിൽ അവർ മേടിച്ചുകൊണ്ട് പിൻവാങ്ങും എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കും. കുട്ടനാട്ടിൽ ഡീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പിന്മാറാനുള്ള തീരുമാനം നിലവിലില്ല. യാതൊരു തരത്തിലുള്ള സെറ്റിൽമെന്റിൽ നിങ്ങളില്ല. ഞാനിവിടെ മത്സരരംഗത്തേക്ക് വന്നപ്പം കുട്ടനാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ എന്നെ നോക്കിക്കാണുന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാരായാലും ആബാലവൃദ്ധം ജനങ്ങളും അതുപോലെ തന്നെ പ്രവാസികളടക്കമുള്ള ആളുകൾ അവരെ വഞ്ചിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവരെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. കുട്ടനാടിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുവാനായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുവാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ചോദിച്ചത്, നേരത്തെ ഓഫർ വന്നിട്ടുണ്ട്, അതായത് പണം നൽകി നിങ്ങളുടെ സ്ഥാനത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? പല ആളുകളും വന്നിട്ട് പല രീതിയിലുള്ള സംസാരങ്ങളുമായി ഈ രീതിയിലേക്ക് എന്റെ അടുക്കലും എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അടുക്കലും ഒക്കെ വരുമ്പോൾ ഈ ആരാണ് വന്നത്? രജിസ്റ്റർ ആളുകളാണോ? പല ആളുകളുമായി ബന്ധപ്പെട്ട് രൂപ തരാന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ രീതിയിലാണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ചാനലിലൂടെയും ഒക്കെ. ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടു. നിങ്ങളുടെ ചാനലിൽ തന്നെ പ്രിയപ്പെട്ട ശ്രീ അരുൺകുമാർ ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ആ വാർത്ത കണ്ടത്. ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അതിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ അവർ സംസാരിക്കാനായിട്ട് വരുമ്പോൾ തന്നെ അത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് പണത്തിന്റെ കാര്യമൊന്നും ഞാൻ നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനോ വരുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സംസാരിക്കാൻ വരുമ്പോൾ അതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓഫർ കൊണ്ടുവന്നത് ആരാണെന്നും ഒപ്പം എത്ര രൂപയാണ് തരാമെന്ന് പറഞ്ഞൊന്ന് വെളിപ്പെടുത്താൻ കഴിയുമോ? എന്നോട് നേരിട്ട് അതിന്റെ ഓഫറിന്റെ കാര്യങ്ങളൊന്നും ആരും സംസാരിച്ചിട്ടില്ല. പല രീതിയിൽ സംസാരിക്കാൻ വരുന്ന ആളുകളോട് തന്നെ ഞാൻ അന്നേരപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ കുട്ടനാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ രൂപയാണ് തരാമെന്ന് ഓഫർ വരുന്നല്ലേ? നിങ്ങൾക്ക് തന്നെ ഇതറിയാമല്ലോ. നിങ്ങൾ തന്നെ ഇന്നലെ വാർത്ത കൊടുക്കുകയും ചെയ്തു എത്ര രൂപയുടെ എമൗണ്ടുകളാണ് വരുന്നത്. ഞാനല്ലെങ്കിൽ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നടക്കുന്നത്. ഈ മത്സരരംഗത്ത് തുടരുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ നമ്മുടെ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ ഒക്കെ നടക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ അത് വെറും കുപ്രചരണങ്ങളാണ്, അവാസ്തവമാണെന്നാണ് കുട്ടനാട്ടിലെ നിലവിൽ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സജി ജോസഫ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. സജിന്റൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിവാൽ, റിപ്പോർട്ടർ ആലപ്പുഴ.